അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. നൽകാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക. ബാബുൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ എന്ന ബാബുലെ 13ാമത്തെ ഹദീസ്. ഹദീസ് നമ്പർ 196. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ്. ഞങ്ങൾ ഈ ബാബുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ബനൂ ഇസ്രായേലിനെ ശപിച്ച എന്ന് ഞങ്ങൾ ചൊന്നിട്ടില്ല. അല്ലാഹു ഖുർആനിൽ ചൊന്നൊരു സംഭവം ലുഇനല്ലദീന കഫറു എന്നുള്ളത്. അപ്പൊ അതേ സംഭവം തന്നെ ആയിട്ട് അള്ളാഹു അങ്ങനെ ശപിക്കോല കാരണം എന്തിരെ അങ്ങനെ ശപിച്ചതിനെ സംബന്ധിച്ച് ചൊന്ന ആ ഒരു വിഷയം തന്നെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കല്. അതായത് ഈ ഹദീസിൽ ബയാനാക്കല് നൽകാരെ കൊണ്ട് കൽപ്പിച്ചാലുള്ള നേട്ടങ്ങൾ എന്ത്, കൽപ്പിച്ചില്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചില്ലെങ്കിൽ എന്ത് അപകടമായിട്ട് ഉണ്ടാവുക പോണ്ട്. അപ്പൊ ഇത് നോക്ക, ഈ ഹദീസ് നമുക്ക് വായിച്ചിട്ടാകുമ്പോൾ മനസ്സിലാവും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്, ഇന്ന അവ്വല മാ ദഖല നഖ്സു അലാ ബനി ഇസ്രായീൽ, ഈ ബനൂ ഇസ്രായേലിൽ നഖ്സ് പ്രവേശിച്ചത്, ഈ ന്യൂനത ഉണ്ടായത്, അന്നഹു കാന റജുലു യൽഖ റജുല, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യരെ കണ്ടുമുട്ടുക. ഫയഖൂലു ചൊല്ല, യാ ഹാദാ ഇത്തഖില്ലാഹ്, ഈ മനുഷ്യ നീ ഇങ്ങനത്തെ തപ്പാക്കണ്ട. അപ്പൊ ഒരാൾ തപ്പ് ചെയ്തത് വിനോദത്തെ കാണുമ്പോൾ ചൊല്ലെ, ഇത്തഖില്ലാഹ്, അല്ലാഹു തഖ്വ ചെയ്യ്, വദഅ മാ തസ്നഉ, നീ ചെയ്തത് ഉപേക്ഷിക്ക്, ഇത് ചെയ്യണ്ട. ഫഇന്നഹു ലാ യഹില്ലു ലക, ഇത് നിനക്ക് ഹലാലല്ല. സുൽമ യൽഖാഹു മിനൽ ഗദി വഹുവ അലാ ഹാലി, അപ്പൊ മുന്നൽത്തണ്ട് ഓൻ അവനക്ക് ഉപദേശിച്ചു നടത്ത, പിത്യാണ്ട് അതേ മനുഷ്യർ അതേ അവസ്ഥയിൽ ഓൻ കാണണ്ട. ഫലാ യംനഉ ദാലിക, ഇത് അവനെ തടയുന്നില്ല. അയ്യകൂന അകീലഹു, ഓൻ അവന്റെ അകീലാവിടെ അവണ്ടോട്ട് തെച്ചി തിന്നര്, വ ശരീബോ അവണ്ടിട്ട് കുടിക്കല്, വ കഈദഹു അവണ്ടിട്ട് തേക്കില്. എന്താ മുന്നൽത്തണ്ട് കണ്ടിട്ടാകുമ്പോ ചെന്ന ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക തീറ, അള്ളാഹു തഖ്വ ചെയ്ത് ജീവിക്കുന്നു. പിത്യാണ്ട് അതേപോലെ ഞാൻ ഇന്നലെ ചൊന്നില്ലല്ലേ, പിന്നെ ഇന്റർക്ക് എന്ത് ചൊല്ലേ, അവണ്ടൊട്ടുക തെച്ച കൂടിയ കുടിച്ച അവണ്ടൊട്ടുക തിണ്ട അവണ്ടൊട്ടുക ശരി. അപ്പൊ അവൻ തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചിട്ട് അവന്റെ ദൂരത്താക്കിയാണ് ഇല്ല. ഫലമ്മ ഫഅലു ദാലിക ദറബല്ലാഹു ഖുലൂബ ബഅദിഹിം അലാ ബിബഅദ്, അങ്ങനെ അങ്ങ് ചെയ്തപ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെ ഇടയിൽ തന്നെ അള്ളാഹു ഗലാട്ടലുണ്ടാക്കിയ, പരസ്പരം അങ്ങനെ കൽബിടെ അള്ളാഹു വൈരുദ്ധ്യമാക്കിയ. അലക്കാൽ ചിലരെ കൽബിടെ ചിലരെ കൽബ് കൊണ്ട് അടിച്ചാൻ ചെന്നതിനർത്ഥം അങ്ങനെ ഇടയിൽ തന്നെ ഭിന്നിപ്പും പിണക്കവും ഗലാട്ടയും എല്ലാം ഉണ്ടായിരുന്നു. സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസവ്വ കാനൂ യഅ്തദൂൻ. ഈ ആയത്ത് ഈ ബാബുടെ തുടക്കത്തിൽ വിശദീകരിച്ചതായിട്ടിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ബനൂ ഇസ്രായേലിൽ നിന്നുള്ളതായ ആ കാഫിരീങ്ങളെ അള്ളാഹ് ശപിച്ച ഈസാ നബി അലൈഹിസ്സലാമുടെയും ദാവൂദ് നബി അലൈഹിസ്സലാമുടെയും നാവ് കൊണ്ടായിട്ട് ശപിച്ചത്. കാരണം എന്തേ, അങ്ങ് തെറ്റ് ചെയ്തത്, അങ്ങ് അള്ളാഹുടെ അതിർ വിട്ട് കടന്നത്. അങ്ങ് ചെയ്ത തെറ്റായ കാര്യങ്ങളെ അങ്ങ് വിരോധിക്കണങ്ങായിട്ടില്ല. അങ്ങ് ചെയ്തത് വളരെ മോശമായിട്ട്. അതിൽ നിന്ന് ചൊമ്മത്താൽമാരെയും കാണും കാഫിരീങ്ങളെ അങ്ങ് നേതാവാക്കി വെക്കിടാറും. ഈ ബനൂ ഇസ്രായേൽ ചെന്നെങ്കിൽ അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ചൊരു സമൂഹമായിട്ടിരിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാമുടെയും മൂസാ നബി അലൈഹി സ്വലാമുടെ ദീനൊക്കെ കിട്ടിയ ആൾമാറും. ഈസാ നബി അലൈഹി സ്വലാമുടെ ദീൻ കിട്ടിയ ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാമുടെ അണിയാങ്ങായിട്ടിരിക്കുന്നത് ഈ ബനൂ ഇസ്രായേൽ ചൊല്ലത്. യാക്കൂബ് നബി അലൈഹി സ്വലാമുടെ സന്താന പരമ്പരകൾ പെട്ടതായിട്ടിരിക്കുന്നത്. അങ്ങനെന്താക്കുന്നത് കാഫിരീങ്ങളെ നേതാവാക്കുന്നത്. കാരണം അങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹക്കായ നബിയും ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമും ശരി എന്നുള്ള ബോധ്യം അങ്കുണ്ട്, അങ്ക് ഗൊന്തുണ്ട്. അത് ഗൊന്തിക്കളോട് കൂടെ അങ്ങെന്താക്കുന്നത് അതാ അങ്ങ ഈ കാഫിരീങ്ങളിൽ നിന്ന് അള്ളാഹുടെ നിഷേധിക്കുന്ന ആൾമാർ
അപ്പൊ അങ്ങോട്ടും ഇങ്ങ ശരി അങ്ങനെ നേതാവാക്കി വിട്ടാറ്. പിന്നെ ലബീസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും ഇലാ ഖൗലിഹി ഫാസിഖുൻ. സൂറത്തുൽ മാഇദയിലെ ഫാസിഖുൻ എന്നുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചത്. തുമ്മക്കാൽ എന്നിട്ട് നബി തങ്ങൾ ചെന്ന് കല്ല കാര്യം അങ്ങനെ അല്ല, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലതഅമുറുന്ന ബിൽ മഅറൂഫ് നൽകാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ കൽപ്പിക്ക തന്നെ ചെയ്യണം. വല തൻഹൗന അനിൽ മുൻകരി ചീത്തയായ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ വിരോധിക്ക തന്നെ വേണം. വല തഅഖുദന്ന അലാ യദിൽ ളാലിം അക്രമിയായ ഒരു മനുഷ്യരുടെ കയ്യിൽ നിങ്ങൾ പിടിക്കണം. ചെന്ന് ഒരാൾ അക്രമം ചെയ്യാൻ പോകുമ്പോൾ തടയണം. നക്കെന്തേ അണ്ട് കബറുകൻ ആപ്പോണ്ട് എന്നല്ല. വല തഖ്തിറന്നഹു അലൽ ഹഖ് അത്റൻ ഹക്കുടെ മേലെ അങ്ങനെ എന്താക്കണം, അങ്ങനെ തുറത്തി കൊണ്ടുപോകണം. വല തഖ്സുറന്നഹു അലൽ ഹഖ് ഖസ്റ ഹക്കുടെ മേലെ യഥാർത്ഥത്തിൽ അങ്ങനെ പിടിച്ചു വെക്കണം. എന്നെങ്കിൽ ഹക്ക് ചൊന്നുകൊടുത്ത് ഞങ്ങളെ എല്ലാ പ്രയത്നവും ഞങ്ങൾ ഉപയോഗമാക്കി അങ്ങനെ ഹക്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പരസ്പരം വൈരുദ്ധ്യമാക്കും. ചിലർ ഹൃദയം കൊണ്ട് അള്ളാഹ് അടിക്കുന്നെങ്കിൽ നിങ്ങളുടെ തന്നെ പിണക്കവും ഗലാട്ടയും ഭിന്നിപ്പെല്ലാം വരും. സുമ്മ ലയൽഅനന്നകും കമാ ലഅന്നഹും പിന്നെന്താവും, സുമ്മ ലയൽഅനന്നകും കമാ ലഅനഹും ബനു ഇസ്രായേലിന്റെ അള്ളാഹ് ശപിച്ചില്ലേ, അള്ളാഹുടെ ലഅനത്തിയിട്ടില്ലേ, അതേപോലത്തെ ലഅനത്തും കിട്ടും. റവാഹു അബൂ ദാവൂദ് തിർമിദി വഖാല ഹദീസുൻ ഹസൻ. അപ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കണം, തെറ്റായ കാര്യങ്ങൾ വിരോധിക്കണം, ഹക്ക് വഴിപാടി കൊടുക്കണം, ഹക്ക് ചൊന്നു കൊടുക്കണം, യഥാർത്ഥ ദീൻ ഇത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം, ജനങ്ങളെ ആ കാര്യത്തിൽ അങ്ങനെ നിർബന്ധിക്കണം, സത്യം മനസ്സിലാക്കി കൊടുക്കും. ഇതായിട്ടിക്കത് യഥാർത്ഥം, ഇതായിട്ടിക്കത് ശരി, ഇതായിട്ടിക്കത് ഹക്ക് എന്ന് അങ്ങനെ ചൊന്നു കൊടുക്കുകയും അങ്ങനെ അതിൽ ഉറപ്പിച്ചു നിർത്തുകയും വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിലോ നിങ്ങളുടെ ഇടയിൽ തന്നെ ഐക്യം തകറും, നിങ്ങളുടെ ഇടയിൽ പണക്കുണ്ടാവും, ഗലാട്ടുണ്ടാവും, ഭിന്നിപ്പുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് സാധാരണ നമുക്ക് കണ്ടുകൊണ്ടുണ്ട്. എന്തുകൊണ്ട് ചെത്തെങ്കിൽ നൽകാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ തൊട്ട് വിരോധിക്കുക എന്ന ആ ഒരു ബാധ്യത നിർവഹിക്കരുത് മെയ്യാവില്ല എന്ന്. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ആലിമീങ്ങൾക്കുണ്ട്, അല്ലാത്തവണ്ട്. ആലിമീങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നേതാക്കന്മാർ അതൊക്കെ സപ്പോർട്ടായി നിൽക്കണം. അതാ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ചൊന്നത്. എല്ലാത്തും ഇപ്പോ ഒരു ഉസ്താദ് അങ്ങനെ വയത് ചൊല്ലണമെന്നില്ല, റായത്തങ്ങ് ചൊന്നു കൊടുക്കുന്ന ഉസ്താദ് ഇവിടെ ഇങ്ങനത്തെ വിഷയം ചൊല്ലത്തീറ, ഇവിടെ ഇങ്ങനത്തെ വിഷയം ചൊല്ലത്തീറ, ഇവിടെ ഇങ്ങനത്തെ വിഷയം ചൊല്ല, അത്രയ്ക്കും പേടിച്ചിട്ട് അങ്ങനെയല്ലല്ലോ ഹക്ക് ചൊല്ലേണ്ടത്. യഥാർത്ഥ ദീനിത് സ്വീകരിക്കണമെന്ന് അവന്റെ ഞങ്ങൾ എന്താക്കണം, ഞങ്ങൾ ചൊന്നു കൊടുക്കണം, ഞങ്ങളൊരു ആ ജവാബ്ദാരി ഞങ്ങൾ നിറവേറ്റണം. പിന്നെ ഞങ്ങൾ ചൊല്ലല് മഹല്ലിൽ ഗലാട്ട, മഹല്ലിൽ പണക്ക, മഹല്ലിൽ ഇതില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഹക്കായ കാര്യം ചൊന്നു കൊടുക്കണം. ചൊന്നു കൊടുക്കാൻ മാത്രമല്ല, മനുഷ്യന്മാരെ നിർബന്ധിച്ചത് കേൾക്കുമ്പോൾ അതൊക്കെ എല്ലാ പ്രയത്നങ്ങളെ കൊണ്ടാക്കണം. ആക്കിയിട്ട് പിന്നെ അങ്ങ് സ്വീകരിച്ചില്ല വേണ്ടെങ്കിലോ നല്ല ഇല്ലെങ്കിലോ തൊന്തരയില്ല, ഞങ്ങൾ രക്ഷപ്പെട. ഇല്ലെങ്കിലോ അങ്ങ് നന്നായറിങ്ങനെ ഞങ്ങൾക്കും പ്രതിഫലം കിട്ടുക, അങ്ങ് നല്ലായർ. അപ്പൊ ഞങ്ങൾക്ക് ആ കാര്യം ഞങ്ങൾ തീരെ ഞങ്ങൾ ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യോ വിടില്ല എന്നുണ്ടെങ്കിലോ ഞങ്ങളുടെ ഇടയിൽ തന്നെ പിണക്കമുണ്ടാവും, ഗലാട്ടുണ്ടാവും, പിന്നെ ഐക്യമില്ല. അപ്പൊ ഇങ്ങനത്തെ സംഭവിക്കപ്പോണ്ട് ഇതായിട്ട് യാറത്തതിൽ കണ്ടോട്ടുള്ള വിഷയം കൂടി ആയിട്ടാണ്. ഹാദാ ലഫ്ളു അബീ ദാവൂദ്, ഇത് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ലഫ്ളു. അബൂ ദാവൂദ് അത് കിതാബിലുള്ളത്. ലഫ്ളു തിർമിദി, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ലഫ്ളു ആ പദം അതിൽ വന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ വഖഅത് ബനു ഇസ്രായീൽ ഫിൽ മആസി, ബനു ഇസ്രായേൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയായി തുടങ്ങിയപ്പോ നഹതുഹും ഉലമാഉഹും അണ്ടത്തെ ആലിമീങ്ങൾ അങ്ങനെ വിരോധിച്ചർ. ഇത് തെറ്റ്, ഇത് ചെയ്യേണ്ട, പോകണ്ട അങ്ങനെ വിരോധിച്ചു. ഫലം യന്തഹു അങ്ങ് എന്തായില്ല, അത് നിർത്തിയില്ല. ഫജാലസൂഹും ഫീ മജാലിസ്, അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ തെച്ചർ. വവാക്കലൂഹും വശാറബൂഹും അങ്ങോട്ട് തിണ്ടർ, അങ്ങോട്ട് കുടിച്ചർ. ഫളറബല്ലാഹു ഖുലൂബ ബഅ്ദിഹിം ബിബഅദ്, അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളിടയിൽ തന്നെ പിണക്കത്തുണ്ടാക്കിയ, ഞങ്ങളിടയിൽ ഗലാട്ടയിത്ത്, കൊത്ത്, കൊല, ഫിത്ന ഇതൊക്കെ നടന്നു. വലഅനഹും അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം,
ദാലിക ബിമാ അസവ്വ വകാനൂ യഅ്തദൂൻ. ഈസാ നബി അലൈഹി സ്വലാമുടെ നാവ് കൊണ്ടും ദാവൂദ് നബി അലൈഹി സ്വലാമുടെ നാവ് കൊണ്ടും അള്ളാഹു അങ്ങനെ ശപിച്ച കാരണം ദാലിക ബിമാ അസവ്വ, അത് അങ്ങ് തെറ്റ് ചെയ്ത കാരണം കൊണ്ട്. വകാനൂ യഅ്തദൂൻ, അവർ അതിർ വിട്ട് കിടക്കുക, അള്ളാഹുന്റെ നിയമം ലംഘിച്ച് നടക്കാനായിരുന്നു. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന മുത്തഖിൻ, നബി തങ്ങൾ ചാഞ്ഞ് തെച്ചിട്ട്, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുത്ത തെച്ചിട്ട് ഫഖാല, എന്നിട്ട് ലാ വല്ലദീ നഫ്സി ബിയദി ഹത്താ തഅ്തിറൂ അലൽ ഹഖ് അത്റാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അങ്ങനെ ഹക്കിന്റെ മേലെ തുടർത്തണം, പിടിച്ചു നിർത്തണം, ഹക്കങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, ചൊന്നു കൊടുക്കണം. അപ്പോ നാ ചോദ്യം ഞാണ്ട് തെറ്റായ കാര്യങ്ങളും ചൊല്ലുമ്പോഴത്തേക്ക് ഏത് മാത്രല്ല, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് സാധാരണ കള്ളുകുടിയും വ്യഭിചാരം മാത്രല്ല, വിശ്വാസ വിഷയങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഈമാനുമായി ബന്ധപ്പെട്ടത്, അള്ളാഹുമായി വിശ്വസിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ തെറ്റായ രീതിയിൽ ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കുമ്പോൾ ഇത് ശരിയല്ല, ഇത് ബാത്തില്, ഹക്ക് ഇങ്ങനെ ആയിട്ടിക്കട്, അള്ളാഹുടെ കൊണ്ട് വിശ്വസിക്കേണ്ടത് ഇങ്ങനെ, റസൂലിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് ഇങ്ങനെ എന്ന് എന്താക്കണം, അങ്ങനെ പഠിപ്പാറ്റി കൊടുക്കണം, അങ്ങനെ അതിൽ പിടിച്ചു നിർത്തണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ എന്താ അതിലെന്താ അലൽ ഹഖ് അതുറാ അല്ലെ. മുന്നത്തെ ഹദീസിൽ തന്നെ വല തഖ്സുറന്നഹു അലൽ ഹഖ് ഖസ്റാ, അങ്ങനെ പിടിച്ചു നിപ്പാട്ടണം അതിൽ ഹഖല്. അപ്പൊ ഞങ്ങളെ പലക്കും പ്രയത്നവും ഞങ്ങളെ എല്ലാ സ്വറവും അത് ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസമായിട്ടിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നോക്കുന്നു, ഒരാൾ തെറ്റായ കാര്യങ്ങൾ എഴുതി വിട്ടെങ്കിൽ അത് തെറ്റ് എന്ന് അത് ശരിയായിട്ട് എഴുതി വിടണം എന്നാണ്. ഒരാൾ വോയിസ് കടത്തി അതുക്കെതിരെ വോയിസും കടത്തണം, ഒരാൾ പ്രസംഗിച്ചെങ്കിൽ അതുക്കെതിരെ പ്രസംഗിക്കണം. അതാ ഹക്ക്. അതുക്കെതിരെ ചെന്നെങ്കിൽ തെറ്റായത് ചൊല്ലുമ്പോൾ ഇത് തെറ്റ്, ശരി ഇങ്ങനെയായിട്ടിക്കട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ജവാബ്ദാരിയായിട്ടിക്കട്, ഉത്തരവാദിത്വമായിട്ടിക്കട്. അതിൽ എന്താക്കണം, മനുഷ്യന്മാരെ പിടിച്ചു നിർത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിലോ കാലി ഞങ്ങൾ ചൊന്നതല്ലേ, ഞങ്ങളെ കർത്തവ്യം ഞങ്ങൾ നിർവഹിച്ച എന്നത് കൊണ്ട് കാലി ചൊന്നിട്ട് തടി ഊറുക, തടി രക്ഷപ്പെടുത്തുക സാധ്യമല്ല. ഞങ്ങളെ എല്ലാ പ്രയത്നം ഞങ്ങൾ പ്രയത്നിക്കണമെന്നായിട്ടിക്കട് ഈ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക. ഖൗലുഹു തഅ്തിറൂഹും തഅതിഫുഹും വല തഖ്സുറന്നഹു ഐ ല തഹ്ബിസന്നഹും, അവളിട്ട് മയമായി അങ്ങനെ പെരുമാറി നല്ല നിലക്ക് പഠിപ്പാട്ടി കൊടുത്ത് കൊണ്ടുവരണം. വല തഖ്സുറന്നഹു, അവളെ പിടിച്ചു നിർത്തണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. ഹദീസ് നമ്പർ 197 അറാബി അഷറ, ഈ ബാബിലെ 14ാമത്തെ ഹദീസ്. അൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നകും ലതഖറഊന ഹാദിഹിൽ ആയ, നിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ടുള്ളത്. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. ഈ ആയത്ത് എന്താ? ഈ ആയത്ത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ജാഗ്രതാക്കിയല്ലോ, നിങ്ങൾ അള്ളാഹുവെ തഖ്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിക്കും. അപ്പോ ഇതായത്തിൽ നിന്ന് തപ്പിപ്പോയവൻ നിങ്ങളെ തെറുത്തപ്പാട്ട കൊണ്ട് സാധ്യമല്ല, നിങ്ങൾ തപ്പുയിലായി ജീവിക്കുറന്നു. വഇന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി തങ്ങളെ ഞാൻ കേട്ട, യഖൂലു, നബി തങ്ങൾ ചൊല്ലു, ഇന്നന്നാസ ഇദാ റഅൗ ളാലിമ ഫലം യഅഖുദു അലാ യദി, നിശ്ചയമായിട്ടും മനുഷ്യൻ അതേ ഒരു അക്രമിനെ കണ്ട, ഒരു തെറ്റായ ഒരു അക്രമം ചെയ്തവരല്ല, അവന്റെ കയ്യിലോണ് ഫലം യഅഖുദു അലാ യദി, ഈ മനുഷ്യന്മാർ അവന്റെ കയ്യിലെ പിടിച്ചില്ല ചെന്നെങ്കിൽ അവൻ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ അതിനെ തടഞ്ഞ് നിപ്പാട്ടില്ലെങ്കിൽ ഔശക്ക അൻ യൗമഹുമുല്ലാ, ഔശക്കല്ല ഔശക്ക ഒരേ പദം, ഔശക്ക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബി മിൻഹു, എന്നാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ശിക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തറവുമെയ്യാവൂ, അള്ളാഹു അടുത്താകും. ഔശക്ക അൻ യഉമ്മഹും, അള്ളാഹു മൊത്തമാക്കുക എല്ലാവർക്കും, ബിഇഖാബി മിൻഹു, അവന്റെ ശിക്ഷ. അപ്പൊ അവനക്ക് മാത്രല്ല അള്ളാഹുന്റെ ശിക്ഷ വേണ്ടേ. അപ്പൊ ഒരു തെറ്റായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ റായത്തെ ആൾമാർ അത് എതിർക്കണം, തടയണം, അവിടെ പിടിച്ചു നിപ്പാട്ടണം. അപ്പൊ എന്താക്കണം, അതിനെ തടയണം. നമുക്ക് എന്തേ അവനെന്ത് വേണം കാക്കട്ട് എന്ന് ചൊല്ലല്ല. ഇല്ലെങ്കിൽ എന്താവും, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ശിക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും വരൂ എന്ന് ചൊല്ല. റവാഹു അബൂദാവൂദ് വത്തിർമിദി വന്നസായി ബി അസാനീദ സ്വഹീഹ. അപ്പോ
നങ്ങ ആ ആയത്ത് ആ ഹദീസ് ഏത് പാട്ട് ഓതിയ ഹദീസ് ഉണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്ന ഹദീസ്, അതേത് ഹദീസ്? യാ അയ്യുഹല്ലദീന അല്ല ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്താക്കിയോളൂ, ജാഗ്രതയാക്കി വെച്ചോളൂ, തഖ്വയിലായി ഉറപ്പിച്ചു നിർത്തും. ലാ യദുറുക്കും, എന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കല, മൻ ളല്ല ഇദാ ഇഹ്തദൈതും, വഴിപഴച്ചു പോയോ നിങ്ങൾ സന്മാർഗത്തിലായെങ്കിൽ വഴിപഴച്ചവൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കല. അപ്പൊ ഞങ്ങൾ തക്വയിലായ ഞങ്ങളെ തടിയിനെ ജാഗ്രത ആക്കണം. എന്നാ മറ്റുള്ളവരുടെ ഇടങ്ങേറ് നിങ്ങൾക്ക് പറയല, അതായത് വഴിപഴച്ചു പോയ ഹക്കിൽ നിന്നും തപ്പിപ്പോയവൻ, ശരിയായ ദീനുൽ ഇസ്ലാമിൽ നിന്നും തിരിച്ചു പോയവൻ, അവൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കല. ചെന്നെങ്കിൽ അവൻ്റെതായ ഫിത്തറ നിങ്ങൾക്കെത്തല, നിങ്ങളെ തടിയുടെ ജാഗ്രത ആക്കിയോളൂ എന്ന് ചൊന്ന ഈ ആയത്ത് വിശദീകരിച്ചോടായിട്ട് ചൊല്ലേ. അപ്പൊ നിങ്ങൾ എന്താക്കണ, നിങ്ങളെ തടിയെ നിങ്ങൾ ജാഗ്രത ആക്കിയത് നിങ്ങൾ തക്വയിലായി ജീവിക്കണം ചൊന്നെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ആൾമാർ ചെയ്യുമ്പോൾ കൈകെട്ടി നിന്ന് നോക്കടല്ല, അതിനെ എതിർക്കണം, അത് നിപ്പാട്ടണം. അതിക്ക് ഏത് രീതിയിലാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ, അത് ഓരോ ആൾമാര് ഓരോ കാലഘട്ടത്ത് ഓരോ സമയത്ത് ഒരു രീതി അനുസരിച്ചിട്ട് വ്യത്യാസിക്കുന്നുണ്ട്. അതായത് അങ്ങ് ഏത് രീതിയിലായിട്ടോ ഇവിടെ ബാത്തിൽ പ്രചരിപ്പിച്ചാലും ബാത്തിൽ ചൊല്ല്, അതിക്കെതിരെ ഞങ്ങൾ എന്താക്കണം, ഏത് രീതിയിലാവോ ആ രീതിയിൽ. അത് പ്രസംഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ക്ലാസ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ എഴുതിട്ട് അല്ല ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്യുക പോകുമ്പോൾ അവന്റെ ജോറാക്കി നിപ്പാട്ടാവണമെങ്കിൽ അങ്ങനെ. അപ്പൊ അവന്റെ കയ്യിലെ പിടിക്കണമെന്നാണ് വിത്തങ്ങ ചൊല്ലുന്നത്. അപ്പൊ ഒരു അക്രമിയുടെ കയ്യിലെ പിടിക്കണം ചെന്നെങ്കിൽ ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെ നിപ്പാട്ടുകൊള്ള എല്ലാ പരിശ്രമവും ഞങ്ങൾ ആക്കണം എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമായിട്ടിട്ടത്. അതില്ലെങ്കിലോ ഔഷക, അള്ളാഹു അടുത്താകും, എല്ലാവർക്കും അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള ശിക്ഷ തന്നിട്ട് എല്ലാവർക്കും അള്ളാഹു ശിക്ഷ നോക്കറ ഔഷക്കാണ്ട അവിടെ പദ ഉപയോഗമാക്കി നിങ്ങൾ നോക്കറും ഔഷക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു. അപ്പൊ വലിയൊരു ഉത്തരവാദിത്വം ജവാബ്ദാരിയായിട്ടിട്ട് അത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല സജ്ജനങ്ങളിലും സാലിഹ്യങ്ങളിലും അള്ളാഹു പെടുത്തട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.